അങ്ങനെ കുട്ടി ഡോക്ടർ എന്നെ ചികിത്സിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എനിക്കിപ്പോൾ സമാധാനം, കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും കുറേ ദിവസമായിട്ടോ ഈ പ്ലാനിങ് തുടങ്ങിയിട്ട്. വെഞ്ഞാറമൂട് തന്നെയാണ് എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. വെഞ്ഞാറമൂട് ഇതുപോലെ ഒരു കളിക്കാനൊക്കെ പറ്റിയ ഒരു എൻവയോൺമെൻറ്റ് വേണം എന്നുള്ളത്. അപ്പോൾ സെറ്റായ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. മുക്കുന്നൂരാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി ദിവസമായി. അപ്പോൾ ഞങ്ങളിപ്പോഴാണ് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പിന്നെ ഇതിന് മുന്നേ ഒരു ദിവസം വന്നിട്ട് ചമ്പി തിരിച്ചു പോയായിരുന്നു കേട്ടോ. കാരണം അമ്പാടിക്കണ്ണന് സ്കൂൾ തുറന്ന ദിവസം ഞങ്ങൾ മോർണിംഗ്, അതായത് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നേ. ഇവിടെ വന്നപ്പോൾ തുറന്നിട്ടില്ലായിരുന്നു. കാരണം മൺഡേ ടു ഫ്രൈഡേ ഈവനിങ് ആയിരുന്നു ഓപ്പണിംഗ്. സ്കൂളിൽ പാർക്കിൽ മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ എടാ വാടാ ഇതിനേക്കാളും അടിപൊളി ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് തുറക്കാത്ത ഒരു റൂമും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവനായതുകൊണ്ട് അടി കിട്ടിയില്ല. അങ്ങനെയാണ് ഇന്ന് വന്നത് കേട്ടോ. അപ്പോൾ ദേ നോക്കി, ഇതാണ് ഐശൂട്ടി കേട്ടോ. ആൾ എന്നെ കണ്ടപ്പോൾ തന്നെ അങ്ങ് കമ്പനിയായി. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ സോക്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കും കയറാം, പാരൻസിനും കൂടെ കയറാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അവരിവിടെ ആക്കിയിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ അത് അടിപൊളി ഒരു പരിപാടിയാണല്ലേ. അങ്ങനെ ഇപ്പോൾ വന്നപ്പോൾ അമ്പാടിക്കണ്ണനും ഐശൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആൾ ഭയങ്കര കമ്പനിയാണ്. കുറച്ച് നേരം നിന്നപ്പോൾ അവനുമായിട്ട് അങ്ങ് ജോലിയായി. അപ്പോൾ ഞാനും ചേനും കൂടെയാണ് പോയത്. ഞങ്ങൾ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ചേന് മുടി വെട്ടാൻ പോകണമായിരുന്നു. എനിക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് സോക്സ് മേടിച്ചിട്ട് ഞാനും അങ്ങ് അകത്ത് കയറി. എന്നെ തുണിക്കടയിൽ കൊണ്ടുപോയാലും അമ്പാടിക്കണ്ണനെ പാർക്കിൽ കൊണ്ടുപോയാലും ഇതാണ് കേട്ടോ അവസ്ഥ. എന്ന് വെച്ചാൽ എന്തെടുക്കണം എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കിടന്ന് തുള്ളിച്ചാടിയിട്ട് നമ്മുടെ മണിച്ചിത്ര താഴിൽ ഗംഗ സണ്ണി ഡോക്ടറിന് മാലയൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതുപോലെ എന്നെ കൊണ്ട് നടന്ന് അവിടേക്ക് അവൻ കുറേ കാണിച്ചു തന്നു കേട്ടോ. അമ്മ ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, അതായത് സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു റൂം, അവിടെ കുറേ സെറ്റപ്പ്, കിച്ചൺ പോലെ കുറേ സെറ്റപ്പ്, അങ്ങനെ വൻ സെറ്റപ്പുകളായിരുന്നു അതിനകത്ത്. എനിക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ നല്ല വിരിവിരിപ്പൊക്കെ വന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബോളൊക്കെ നുള്ളിപ്പറക്കി അവിടെ അങ്ങ് ഇരുന്നു. അവർ കളിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. ഇത് കണ്ടിട്ട് ദേ ഐശൂട്ടി കാണിക്കുന്ന പരിപാടി ഉണ്ടോ, ഇതൊക്കെ എന്തൊക്കെയാണോ എന്തോ. അവൾ കാണിക്കുന്ന കണ്ടിട്ട് അമ്പാടിക്കണ്ണനും ഒരു ശ്രമമൊക്കെ നടത്തി. പിന്നെ ഒക്കണില്ല എന്ന് കണ്ടിട്ട് നൈസിനങ്ങ് വലിഞ്ഞു കേട്ടോ. ഇടയ്ക്കൊക്കെ അവരെയും കൊണ്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കുമ്പോഴത്തേനും അവർക്കും ഒരു സന്തോഷം. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ എന്തായാലും വെഞ്ഞാറമൂട് ഈ ഒരു കാര്യം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് 2 എണ്ണം കൂടി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. നോക്കി അവളങ്ങനെ മിണ്ടാതെ കിടക്കുവാണ്. ആശാൻ അവളെ വലിച്ച് മുകളിലോട്ട് കയറ്റാൻ നോക്കുവാണ്. പറ്റുമോ? ഒരു കാൽഭാഗം ആയപ്പോഴത്തേനും തന്നെ അങ്ങ് തളർന്നിട്ട് പിന്നെ ഇട്ടിട്ട് അവൻ ഇങ്ങ് ഇറങ്ങി പോകുന്നു കേട്ടോ. ആളിതൊന്നും അറിയാതെ അവിടെ തന്നെ കിടക്കുവാണ്. ഇപ്പം കൊണ്ടുപോകുന്നും പറഞ്ഞിട്ട്. അയ്യോ ഇതൊന്നും അല്ല ചടങ്ങ്. ഈ ആശാനെയും കൊണ്ട് തിരിച്ചു പോവാൻ ഞങ്ങൾ കുറച്ച് പണിപ്പെട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അടിച്ച് പൊളിച്ച് അവനിങ്ങ് വരാൻ മനസ്സില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.